ഒരിക്കൽ ഒരു മഹാരാജാവ് തന്റെ ഭംഗിയാർന്ന ദർബാറിൽ രാജകാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദർബാറിലേക്ക് ഒരു തത്ത വിൽപ്പനക്കാരൻ കടന്നുവന്നു. വിൽപ്പനക്കാരൻ രാജാവിനെ നമസ്കരിച്ചു പറഞ്ഞു, മഹാരാജാവേ, ഈ തത്തകൾ മനുഷ്യർ പറയുന്നതുപോലെ സംസാരിക്കും. രാജാവിന് അത്ഭുതവും കൗതുകവും തോന്നി. രാജാവ് തത്തകളെ വാങ്ങി. ഒരു തത്തയെ കൊട്ടാരവാതിൽക്കലും മറ്റൊന്നിനെ പരദേവതയുടെ അമ്പലത്തിനു മുന്നിലും തൂക്കിയിടാൻ ആജ്ഞാപിച്ചു. നാളുകൾ കടന്നുപോയി. കൊട്ടാരവാതിൽക്കൽ തൂക്കിയിരുന്ന കൂട്ടിലെ തത്ത കാവൽക്കാരുടെ അസഭ്യസംഭാഷണം കേട്ട് അതേ വാക്കുകൾ പഠിച്ചു. അതേസമയം അമ്പലത്തിനു മുന്നിലെ കൂട്ടിലെ തത്ത ഭക്തരുടെ ഈശ്വര കീർത്തനങ്ങളും സംസ്കൃത ശ്ലോകങ്ങളും കേട്ട് വളർന്നു. അതുപോലെ ഉച്ചരിക്കാൻ തുടങ്ങി. ഒരു ദിവസം രാജാവിന് തത്തകളെ ഓർമ്മ വന്നു. അവ എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ പരിവാരസമേതം അദ്ദേഹം പുറപ്പെട്ടു. കൊട്ടാരവാതിലിലെത്തിയപ്പോൾ തത്ത അസഭ്യം പറയുന്നത് കേട്ട് രാജാവ് ഞെട്ടി. അദ്ദേഹം ഉടൻ അമ്പലത്തിലേക്കു പോയി. അമ്പലത്തിലെ തത്ത ഈശ്വരനാമങ്ങളും ശ്ലോകങ്ങളും മധുരസ്വരത്തിൽ ഉരുവിടുന്നത് കേട്ട് രാജാവിന്റെ മനസ്സ് ശാന്തമായി. അദ്ദേഹം തത്തയെ വണങ്ങി. രാജാവ് മന്ത്രിയോട് കാരണം ചോദിച്ചു. മന്ത്രിയുടെ മറുപടി ലളിതമായിരുന്നു. ഒന്ന് കാവൽക്കാരെ കേട്ട് പഠിച്ചു, മറ്റൊന്ന് ഭക്തരെ കേട്ട് വളർന്നു. തത്തകൾ ഒരുപോലെയായിരുന്നു, പക്ഷേ അവ വളർന്ന പരിസരം അവയെ വ്യത്യസ്തമാക്കി. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് കമന്റ് ചെയ്യൂ. എന്റെ കുഞ്ഞുങ്ങളെ, ഈ കഥ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയെ സന്തോഷിപ്പിക്കാൻ ഒരു ചെറിയ ലൈക്ക് കൊടുത്താൽ മതി കേട്ടോ. നല്ല കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല നല്ല പ്രചോദന കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ.